ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോർപെക്സ് ട്രേഡിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോറക്സ് ട്രേഡിങ്ങിലെ നമ്പർ 1 ബ്രോക്കറായ എക്സ്നെസ്സിൽ എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. രജിസ്ട്രേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനായി നമ്മൾ ആദ്യം ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്നെസ്സിൻ്റെ ഈ സൈറ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ഭാഗം കാണുന്നു. അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മളോട് ചോദിക്കുന്നത് കൺട്രി ഓർ റീജിയൻ ഓഫ് റെസിഡൻസ്. അവിടെ ഏതാണോ നമ്മൾ കൺട്രി, നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് ബേസിൽ എബ്രോഡിലെ ആളുകളാണെങ്കിൽ നമുക്കവിടെ യുണൈറ്റഡ് എമിറേറ്റ്സ് ഏതാണ് കൺട്രി എങ്കിൽ നമ്മൾ ചൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് യുവർ ഇമെയിൽ ID അഡ്രസ്സ്, അവിടെ നമ്മൾ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു പാസ്വേഡ്, നോർമലി നമ്മളെല്ലാ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ ഒരു പാസ്വേഡ് നമ്മളിവിടെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നമ്മൾ അതും കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. ഐ ഡിക്ലെയർ ആൻഡ് കൺഫർമേഷൻ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു എക്സ്നെസ്സിൻ്റെ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മളിവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എക്സ്നെസ്സിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് ഒരു സെറ്റ് പാസ് കോഡ് എന്ന് കാണിക്കും. നമ്മളവിടെ ഒരു 6 ഡിജിറ്റ് പാസ് കോഡ്, നമുക്ക് എനി ഡിജിറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു 6 അക്ക ഡിജിറ്റാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളോട് അത് 6 ഡിജിറ്റ് കൊടുക്കുമ്പോൾ വീണ്ടും അത് ഒന്നും കൂടെ റീ എൻറ്റർ ചെയ്യാൻ പറയും. അപ്പോൾ അതേ നമ്പർ തന്നെ ഒന്നും കൂടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മോട് സ്കാൻ യുവർ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കും. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കൂടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇനി ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫിംഗർ വെച്ചിട്ട് കയറാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ ഫിംഗറും ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് എക്സ്നെസ്സിൻ്റെ നമ്മളെ അക്കൗണ്ടിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മളിത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് കമ്പനി നമുക്ക് ഇഷ്യൂ ചെയ്ത അക്കൗണ്ട് നമ്പറാണ് 12690345 ഇതാണ് നമ്മുടെ അക്കൗണ്ട് നമ്പർ വരിക. നമ്മുടെ എക്സ്നെസ്സിൻ്റെ അക്കൗണ്ട് നമ്പർ, ട്രേഡിംഗ് അക്കൗണ്ട് നമ്പർ ഇതാണ് വരിക. ഇനി നമുക്ക് ഇതിൽ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. താഴെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ എന്ന് കാണുന്നുണ്ടോ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് കാണിക്കും. നമ്മൾ ഈ യെല്ലോ കളറിൽ ക്ലിക്ക് ചെയ്യുക. കംപ്ലീറ്റ് പ്രൊഫൈൽ നിലയിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ സെൻഡ് മീ എ കോഡ്, അത് പ്രസ് ചെയ്യുക. നമ്മളെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. നമ്മൾ ആ വെരിഫിക്കേഷൻ കോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് കിട്ടി. അതുപോലെ തന്നെ നമ്മളോട് ഇവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ ഏതാണോ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഒരു നമ്പർ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. കൺഫേം ഫോൺ നമ്പർ. അപ്പോൾ നമുക്ക് മൊബൈൽ നമ്പറിലേക്കും ഒരു കോഡ് അവർ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ആക്ഷൻ കൺഫേംഡ്. ഓക്കെയാണ്, നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പ്രൊഫൈലിൽ കുറച്ച് ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാനുണ്ട്. ആ ഒരു ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അത്യാവശ്യം അവർ ചോദിച്ച ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നേരെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. വാട്ട് ഈസ് പർപ്പസ്, അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലീസ് സെലക്ട് യുവർ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതിൽ നമ്മൾ സേവിങ്സോ വാട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയതെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ ബിസിനസ് എംപ്ലോയ്മെൻറ്റ് അതാണ് കൊടുക്കുന്നത്. കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ഒക്കുപ്പേഷൻ, എന്താണ് നമ്മുടെ ഒക്കുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ ഏതാണോ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് കൊടുക്കുക. നിങ്ങളെ പ്രൊഫഷൻ ഏതാണോ അത് കൊടുക്കുക.
പിന്നെ ടോട്ടൽ വെൽത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളൊരു ഇതിൽ നിന്ന് ഒരു എമൗണ്ട് സെലക്ട് ചെയ്യാം. ദെൻ വാട്ട് ഈസ് യുവർ കറൻറ്റ് എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ ബിസിനസ് ഓണർ വാട്ടെവർ നിങ്ങൾക്ക് ഏതാണോ ഇതെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. സ്റ്റുഡൻറ്റ്, റിട്ടയർഡ്, അങ്ങനെ ഏതാണെങ്കിൽ കൊടുക്കാം. വാട്ട് ഈസ് യുവർ ഇയർലി ഇൻകം ആഫ്റ്റർ ടാക്സ്. അത് ജസ്റ്റ് നിങ്ങൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. വാട്ട് ഈസ് യുവർ CFD ട്രേഡിംഗ് എക്സ്പീരിയൻസ്. അതിൽ ജസ്റ്റ് ചെറിയൊരു എക്സ്പീരിയൻസ് 4 to 100 ട്രേഡ്സ് കൊടുക്കുക. ഹൗ മച്ച് ടൈം ഡു യു സ്പെൻഡ് ഓൺ മാർക്കറ്റ്. ജസ്റ്റ് ഒരു ലെസ് ദാൻ 4 hours കൊടുക്കുക. വാട്ട് ഈസ് യുവർ ആൻറ്റിസിപ്പേറ്റഡ് മന്ത്ലി ഇൻകം. എക്സ്പെൻസിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കണേ. അപ്പോൾ അതിൽ നമ്മൾ ചെറിയൊരു ഇത് കൊടുക്കാം. വാട്ട് ആർ യുവർ പ്ലാൻസ് ഓൺ ട്രേഡിംഗ് വിത്തിൻ 1 year. ബിക്കം എ ഫുൾ ടൈം പ്രൊഫഷണൽ ട്രേഡർ. അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതിലൊക്കെയാണ് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് കൊടുക്കാം. മെറ്റൽസ്, ഗോൾഡ്, നമുക്ക് ഏതാ വേണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഹൗ ഡിഡ് യു നോ അബൌട്ട് എക്സ്നെസ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സ്നെസ്സിനെ കുറിച്ച് അറിഞ്ഞതെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ലാസ്റ്റ് പ്രോസസ്സ് നമ്മളെ പ്രൊഫൈൽ, നമ്മൾ ഡോക്യുമെൻറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള ഏതാണോ നിങ്ങൾക്കെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കംപ്ലീറ്റിംഗ് പ്രോസസ്സ്. അതിനുശേഷം നിങ്ങൾക്ക് മെയിൽ വെരിഫിക്കേഷൻ വരും. പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് റിട്ടേൺ മെയിൽ തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്റ്റീവ് അഡ്മിൻസായിട്ട്, കോർപ്പെക്സ് ട്രേഡിൻ്റെ ആക്റ്റീവ് അഡ്മിൻസായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലിങ്ക്, എക്സ്നെസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലിങ്ക്, രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, താങ്ക് യു.